ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വലിയ താളമേള കൊഴുപ്പുകളൊന്നുമില്ലാതെ ഞാൻ സിമ്പിളായിട്ടൊരു വീഡിയോ അങ്ങോട്ട് ഇടുകയാണ്. പക്ഷേ എൻ്റെ ഒരു 2 ദിവസത്തെ വിശേഷങ്ങളാണ് ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇത് അബുദാബിയിലുള്ള ഒരു മാർത്തോമാ പള്ളിയാണ്. ഇവിടെ ഇവരുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അതിലൊരംഗമാകാനായിട്ട് അവരെന്നെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലേക്ക് ഞാനും പോയി അവരുടെ കൂടെ കുറച്ച് പരിപാടികളിലൊക്കെ പങ്കെടുത്തു. അതാണ് ഈ കൊച്ചു വീഡിയോയ്ക്കകത്തിട്ടുള്ളത്. ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. ഞങ്ങളുടെ ഇവിടുത്തെ മലയാളീസിൻ്റെ സന്തോഷങ്ങൾ നിങ്ങളും അറിയണ്ടേ? അതിനു വേണ്ടിയിട്ടാണ്. നമ്മൾ എവിടെയാണെങ്കിലും ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മളൊക്കെ എന്താ പറയുക, ഇങ്ങനെയുള്ള നല്ല നല്ല സാഹചര്യങ്ങളൊക്കെ ഒത്തുകിട്ടും. ഇവിടെ വന്നതെല്ലാം മലയാളികളാട്ടോ. ഞാനിത് വന്നതെന്ന് വെച്ചാൽ ഷെഫായിട്ട് ഇവരെന്നെ വിളിച്ചതാണ്, ഒരു സ്റ്റോളുകാരൻ. അപ്പോൾ ഈ ഫെസ്റ്റിവലിന് കുറേ സ്റ്റോളുകളുണ്ട്. ഓരോരോ ടീമുകൾ ഓരോ പ്രോഗ്രാം എന്നല്ല, ഫുഡിൻ്റെ ഐറ്റംസ് ഓരോരുത്തരും ചെയ്യുന്നു. അപ്പോൾ അതിൽ ഒരു ടീം ആണ് എന്നെ വിളിച്ചത്, ഷെഫായിട്ട് വിളിച്ചത് കേട്ടോ, ചുമ്മാണ്ടൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ഞാൻ 2 ദിവസവും തലേന്ന് പോയി മീനിൻ്റെ ഐറ്റംസാണ് ഇവരുടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ കൂടെ ഞാനും കൂടി 2 ദിവസം കൊണ്ടാണ് ഈ പരിപാടികളൊക്കെ പൂർത്തിയാക്കിയത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മീനൊക്കെ കരിമീൻ 50 കിലോ കരിമീനായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇത് മുളക് ക്ലീൻ ചെയ്ത് മുളകൊക്കെ പുരട്ടി ഫ്രീസറിലൊക്കെ കയറ്റി വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. പിറ്റേന്ന് വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ കേട്ടോ. എന്തായിരുന്നാലും സ്റ്റോൾ അടിപൊളിയായിരുന്നു, അടിപൊളി പരിപാടിയായിരുന്നു. പെട്ടെന്ന് തന്നെ എല്ലാം കഴിഞ്ഞു. പിന്നെ ഷെഫ് ആരാ? ഞാനല്ലേ. അപ്പം അങ്ങനെ ഞാൻ അടുപ്പത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് മീൻ പൊള്ളിച്ച് കൊടുക്കലൊക്കെ ആയിട്ട് ഞാൻ അവിടെ ഷൈൻ ചെയ്തു. പിന്നെ ബാക്കി എല്ലാവരും ഓരോരോ പ്രവൃത്തികളിൽ ഓരോരുത്തരെ ഏർപ്പെട്ടിരുന്നു കേട്ടോ. ഇതൊക്കെ തലേന്ന് ചെയ്ത കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഇത്രയൊക്കെ പറയുന്നുള്ളൂ വിശേഷങ്ങൾ. ബാക്കി നിങ്ങളൊന്ന് കണ്ടാൽ മതി. എത്രയൊക്കെ പറയാനായിട്ട് ആവശ്യമുള്ളൂ എന്ന് തോന്നുന്നു. ബാക്കി പിറ്റേ ദിവസത്തെ കഥകളൊക്കെയാണ് കേട്ടോ. അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പം ശരി, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. പറയുന്നില്ല എന്ന് പറഞ്ഞാലും ഞാൻ ഇതും കൂടെ പറയാതെ എങ്ങനെ പോവുക. അപ്പം തലേന്ന് മീൻ എല്ലാം സെറ്റാക്കി വെച്ചെങ്കിലും പിറ്റേ ദിവസം അതെല്ലാം പായ്ക്ക് ചെയ്യാം കേട്ടോ. പായ്ക്ക് ചെയ്യാണ്ട് പൊള്ളിക്കാനുള്ളത് പേപ്പറിലൊക്കെ പൊതിഞ്ഞ്, ഇലയിൽ പൊതിഞ്ഞ് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് കാര്യങ്ങളാണ് ഇവിടെ അങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. എല്ലാവരും കൂടെ ഒരു ടീം ആയി അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. ഇതാണ് മീൻ പൊള്ളിക്കാനുള്ളത് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ പൊള്ളിച്ച് കൊടുത്തു എന്ന് പറയാം. പിന്നീട് അതൊക്കെ സ്റ്റോളിൽ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ സ്റ്റോള്. ചൈനീസ് മീൻ കട എന്നായിരുന്നു അതിൻ്റെ പേരൊക്കെ ഒരിട്ടിരുന്നത്. അപ്പം ഇതൊക്കെയാണ് പിന്നെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ. പിന്നെ ഇതിന് ശേഷം
ലൈവായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സമയമില്ലല്ലോ, എനിക്ക് സമയമില്ലല്ലോ. ഞാൻ സ്റ്റോളിൽ കയറി കഴിഞ്ഞ് പിന്നെ എനിക്കതിനുള്ള നേരമില്ലല്ലോ. ബാക്കി പുറത്തുനിന്ന് ആരെങ്കിലും എടുത്തു തരണം എന്ന് വെച്ചാൽ നടക്കില്ല. എല്ലാ സ്റ്റോളിൽ കൂടെയും ഇടിച്ച് തള്ളി എല്ലാവരും കച്ചവടം പൊടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനൊന്നും നേരമില്ല. പിന്നെ സ്റ്റോളിൽ കയറി കഴിഞ്ഞ് പിന്നെ ഇറങ്ങുന്നത് വരെ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു രസകരമായ ഒരു പരിപാടി പങ്കെടുക്കാൻ പറ്റി എന്ന് ഞാൻ പറയുകയാണ്. സന്തോഷമായി. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ അല്ല, ഞാൻ ഉണ്ടായിരുന്ന ടീമിൻ്റെ സ്റ്റോള്. അതിനകത്തെ ലാസ്റ്റത്തെ ഭാഗങ്ങളൊക്കെയാണ്. ഇത് ലോങ് വീഡിയോ ആയിട്ട്, അല്ല ലോങ് എന്ന് വെച്ചാൽ നേരെ പിടിച്ചിട്ടാണ് ഇതെടുത്ത് കിട്ടിയത് എനിക്ക്. ആ പോട്ടെ, അതെങ്കിലും ആവട്ടെ എന്ന് ഓർത്ത് ഞാൻ ഇട്ടു. അതിൻ്റെ ഇടയിൽ നമുക്ക് തിരക്ക് വരുന്ന സമയത്തൊന്നും എടുക്കാനൊന്നും നേരം കിട്ടത്തില്ല. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.